ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് വാരിക്കോസിൽ എങ്ങനെ ലൈംഗിക പ്രശ്നത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്കറിയാം, വാരിക്കോസിൽ ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളല്ല, വന്ധ്യതാ പ്രശ്നങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. വന്ധ്യതാ പ്രശ്നങ്ങൾ എന്നുദ്ദേശിക്കുന്നത് കുട്ടികളുണ്ടാകുന്നതിന് തടസ്സം നേരിടുക, അതായത് നമ്മുടെ ബീജാണുക്കൾക്ക് കുറവ് വരിക, അതുപോലെ തന്നെ ചലനശേഷി നഷ്ടപ്പെടുക, അതിന് വേണ്ടത്ര ഊർജ്ജമില്ലാതിരിക്കുക, ഇതൊക്കെയാണ് വാരിക്കോസിൽ കൊണ്ട് ഉണ്ടാകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുവഴിക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ലൈംഗികമായിട്ട് ഏത് രൂപത്തിലാണ് വാരിക്കോസിൽ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത്? നേരിട്ടല്ല, എന്നിരുന്നാലും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവ് വാരിക്കോസിൽ കാണപ്പെടുന്ന രോഗികളിൽ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ വാരിക്കോസിൽ എന്നുള്ളത് നാം അറിയേണ്ട ഒരവസ്ഥയുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, വാരിക്കോസിൽ എന്ന് പറയുന്നത് വാരിക്കോസ് വെയിൻ, നമ്മുടെ കാലിലൊക്കെ നല്ലവണ്ണം ഞരമ്പുകൾ, അതായത് രക്തക്കൊള്ളുകൾ, രക്തം തിരിച്ചു പോകുന്ന വെയിനുകൾ തടിച്ച് കിടക്കുന്നതായി കാണാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ വ്യക്തികളിലും അങ്ങനെ കാണുന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ രക്തചംക്രമണം എങ്ങനെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഹൃദയത്തിൽ നിന്നും രക്തം നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും അയോർട്ട വഴിക്കാണ് എത്തിച്ചേരുന്നത്. അതിനുശേഷം ക്യാപ്പിലറീസായി മാറുന്നു. ക്യാപ്പിലറീസിൽ നിന്നും തിരിച്ച് രക്തം വെയിനുകൾ വഴിക്ക്, ചെറിയ ചെറിയ വെയിനുകൾ വഴിക്ക് വലിയ വെയിനുകളിലേക്ക് എത്തുന്നു. ആ വെയിനുകൾ വഴിക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹൃദയത്തിന് ഈ രക്തത്തെ വലിച്ചെടുക്കുവാനുള്ള കഴിവ് വേണ്ടത്ര രീതിയിലില്ല. അങ്ങനെ വലിച്ചെടുക്കുന്ന രക്തം ഗ്രാവിറ്റി മൂലം, അതായത് നമ്മുടെ കാലിൽ നിന്നും മറ്റുള്ള രക്തക്കൊഴലുകൾ, അതായത് വലിച്ചെടുക്കുന്ന വെയിനുകൾക്ക് രക്തം അത്രത്തോളം തിരിച്ചു പോകാതിരിക്കുവാൻ, അതായത് തിരിച്ച് കാലിലേക്ക് തന്നെ പോകാതിരിക്കുവാൻ ഒരു മെക്കാനിസമുണ്ട്. അത് വാൽവുകളാണ്. ഒരു കാലിലെ വെയിനുകൾക്ക്, സഫേനസ് വെയിൻ മുതലായ അത്തരം വെയിനുകൾക്ക് അവിടെ നിന്നും എത്തുന്ന രക്തത്തെ തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ഒട്ടനവധി, അതായത് വാൽവുകൾ ഈ രക്തക്കൊള്ളുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വാൽവും മുകളിലേക്ക് പോയ രക്തത്തെ താഴോട്ട് കൊണ്ടുവരാതെ നോക്കുന്നു. വാൽവ് അടഞ്ഞു പോകുന്നു, എന്നാൽ മുകളിലേക്ക് പോകാൻ അത് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ വാൽവിൻ്റെ പ്രധാന പ്രശ്നം തന്നെ ഒരു വഴിക്ക് മാത്രം ഒരു പ്രവേശനം അനുവദിക്കുന്നു, എതിർ ദിശയിൽ അത് പ്രവേശനം അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ പല ഭാഗങ്ങളിലും ഇത് കാണാൻ കഴിയും. അപ്പോൾ വെയിൻ ഉള്ളിടത്ത് ഇത്തരം വാൽവുകൾ, അതായത് പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ കാലിലെ രക്തക്കൊള്ളുകൾ, അതായത് കാലിലെ വെയിനുകളിൽ കാണുന്നത്. അവിടെ നമുക്ക് വെയിനുകൾ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടുകയാണെങ്കിൽ, അതായത് ആ വെയിനിൻ്റെ പ്രവർത്തനം തകരാറിലാകുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള രക്തക്കൊള്ളുകൾ വീർത്തു വരുന്നതായി കാണാം. കാരണം മുകളിലേക്ക് പോയ രക്തം താഴോട്ട് തന്നെ വരുന്നു. ഇതേ അവസ്ഥ വൃഷ്ണത്തിലെ രക്തക്കൊള്ളുകൾക്കുമുണ്ട്. വൃഷ്ണത്തിൽ ഇതിന് വാരിക്കോസീൽ എന്നാണ് പറയുന്നത്. ആ രക്തക്കൊള്ളുകളുടെ വെയിനുകൾക്ക്, അതായത് വെയിനുകളിലെ വാൽവുകൾക്ക് തകരാറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വൃഷ്ണത്തിലെ രക്തക്കൊള്ളുകൾ വികസിച്ച് വരുന്നതായി കാണാം, അതായത് വെയിനുകൾ വികസിച്ച് വരുന്നതായി കാണാം. അങ്ങനെ വികസിച്ച് വരുന്നതോടുകൂടി അവിടെ രക്തം തളം കെട്ടി നിൽക്കുന്നു. ഇങ്ങനെ രക്തം തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വൃഷ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ സാധാരണ ശരീര ഊഷ്മാവിനേക്കാളും വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൃഷ്ണസഞ്ചി എപ്പോഴും താഴോട്ട് വരുന്നത്, അതായത് അത് ശരീരത്തോട് ചേർന്നല്ല നിൽക്കുന്നത്. ഇങ്ങനെ വൃഷ്ണസഞ്ചി താഴോട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചറിൽ ഒരു 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസം കാണപ്പെടാൻ കഴിയും. ഈ വ്യത്യാസമില്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ബീജോൽപാദനം വേണ്ട രീതിയിൽ നടക്കുകയില്ല, അതിന് കുറവ് വരും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ, അതായത് ഹോർമോൺ ഉൽപ്പാദനവും ഇവിടെ തകരാറിലാകുന്നത്. വൃഷ്ണങ്ങളുടെ ശരിയായ പ്രവർത്തനം ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തിന് വളരെയധികം ആവശ്യമാണ്. ആ പ്രവർത്തനം തടസ്സപ്പെടുന്നതോടുകൂടി വേണ്ടത്ര ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാതെ വരുന്നു. ഇനി ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണങ്ങൾ മാത്രമാണോ? അല്ല.
ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നികളുടെ മുകളിൽ കാണുന്ന അഡ്രിനൽ ഗ്ലാൻഡ് എന്ന ഗ്രന്ഥിയിൽ നിന്നും ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ സിംഹഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വൃഷ്ണങ്ങളിൽ നിന്നാണ്. അങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ബീജാണുക്കളുടെ എണ്ണം കുറയുന്നു, അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവും ഉണ്ടാകുന്നു. ഇനി ഇതുകൂടാതെ മറ്റ് അസ്വസ്ഥതകൾ വൃഷ്ണങ്ങൾക്കുണ്ടാകാറുണ്ട്. ചിലപ്പോൾ വേദന വരും, ചിലപ്പോൾ കഠിനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വരുന്നതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമായ അവസ്ഥയിലേക്ക് പോകുന്നതോടുകൂടി ലൈംഗിക ശേഷി കുറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ലൈംഗിക രോഗവിദഗ്ധൻ്റെ എടുക്കൽ ലൈംഗിക ശേഷിക്കുറവുമായി വരുന്ന വ്യക്തികൾക്ക് വാരിക്കോസിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വാരിക്കോസിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശസ്ത്രക്രിയ വഴിക്ക് നീക്കുക തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി. അത് ഗ്രേഡ് 1 ആണോ, ഗ്രേഡ് 2 ആണോ, ഗ്രേഡ് 3 ആണോ, ഇതവിടെ നിൽക്കട്ടെ. ശസ്ത്രക്രിയ വഴിക്ക് ഇത് നീക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൃഷ്ണങ്ങളെ, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആ അവയവത്തെ സംരക്ഷിക്കുവാൻ കഴിയും. ഇനി വാരിക്കോസിൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയും വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ. അതുപോലെ തന്നെ ബീജാണുക്കളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നത് കാണുവാൻ 3 മാസം മുതൽ 6 മാസം വരെ എടുക്കാറുണ്ട്. പിന്നെ ചില പൊടിക്കൈകൾ, അതായത് അങ്ങനത്തെ ആഹാരം കഴിച്ചാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നാൽ മതി, ഇതൊക്കെ ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഭാഗികമായ വളരെ കുറഞ്ഞ ഫലമേ ഇതുകൊണ്ടുണ്ടാകുകയുള്ളൂ. ശസ്ത്രക്രിയ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ശസ്ത്രക്രിയ തന്നെയാണ് ആവശ്യം. അതല്ലാതെ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം പ്രശ്നങ്ങൾ തന്നെ ചുരുങ്ങി ഇല്ലാതാകുന്ന, അതായത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ മറ്റ് ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ മറ്റ് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കാൻ കഴിയും. എന്നിരുന്നാലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവാണെങ്കിൽ പുറത്തുനിന്ന് നൽകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആ അവസ്ഥ വൃഷ്ണങ്ങളെ നശിപ്പിക്കാതിരിക്കുകയാണ്. വൃഷ്ണങ്ങളെപ്പോഴും ജീവിതകാലം മുഴുവൻ കൊണ്ടു കിടക്കേണ്ട ഒരവയവമാണ്. ആ അവയവത്തിന് കേടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ശസ്ത്രക്രിയയിലേക്ക് പോവുകയാണ് നല്ലത്. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വാരിക്കോസിൽ നമ്മൾ കണക്കിലെടുക്കാതെ പോകാറുണ്ട്. വാരിക്കോസിലിന് അതിൻ്റേതായ പ്രാധാന്യമുള്ളതുകൊണ്ട് സ്കാനിങ് വഴിക്ക് അത് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം നാം വേണ്ട രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. അല്ല കൺസർവേറ്റീവ് മെത്തേഡാണെങ്കിൽ ആ രീതിയിലും അതിനെ കൊണ്ടുപോകുവാൻ കഴിയും. ഏത് ഗ്രേഡിലാണ് വാരിക്കോസിൽ നിൽക്കുന്നത് എന്നാണ് നാം നോക്കേണ്ടത്. ഇനി എല്ലാ വ്യക്തികളിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് വാരിക്കോസിലിൻ്റെ തുടക്കമാകാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള ചികിത്സ നൽകി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും. ലൈംഗികമായ പ്രശ്നങ്ങൾ, അതായത് ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗികമായ താല്പര്യക്കുറവ്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ISRMലെ ചികിത്സ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിലേക്ക് ISRM എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. നിങ്ങളുടെ ലൈംഗികമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഞങ്ങൾ ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ അയച്ചു നൽകാം. പിന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.